ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നാളെയാണ് നമ്മൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ഫിസിക്സ് പരീക്ഷ. എല്ലാവരും അടിപൊളിയായി തന്നെ പഠിക്കുന്നുണ്ട് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സോ മക്കളെ, ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് ഒരു 100% ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ലൈവ് ആയിട്ട് ഞാനും JK സാറും വരുന്നുണ്ട്. നമ്മുടെ സ്വന്തം SSLC യൂട്യൂബ് ചാനലിലാണ് ലൈവ്. നിങ്ങൾ ആരും തന്നെ മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, ഫൈൻ. സോ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാ കൈൻഡ് ഓഫ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഏറ്റവും ചുരുങ്ങിയ സമയത്തിനകത്ത് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഏകദേശം 20 മാർക്കാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. എന്റെ മക്കൾ എല്ലാവരും തയ്യാറാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങാം. ഓക്കെ, ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, നേരിട്ട് തന്നെ നമുക്ക് ഓരോ ചോദ്യങ്ങളിലോട്ടായിട്ട് കിടക്കാം. സോ ആദ്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ അഥവാ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം അത് ഓണപരീക്ഷയിൽ നിങ്ങൾ പഠിച്ച ചാപ്റ്റർ ആയിരിക്കും, നിങ്ങൾ തറവായി മനസ്സിലാക്കിയ ചാപ്റ്റർ ആയിരിക്കും. സോ ഇവിടെ ന്യൂമറിക്കൽ ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ EMI, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. എന്നാൽ 100% ഷുവർ ക്വസ്റ്റ്യൻസിനകത്ത് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങളെ ഞങ്ങൾ എന്തായാലും പഠിപ്പിക്കും. ഒരു ടെൻഷനും അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ട, റൈറ്റ്? സോ EMI അഥവാ വൈദ്യുത കാന്തിക പ്രേരണത്തിൽ നിന്ന് ഏതൊക്കെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം. ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ കാര്യത്തിലോട്ട് കിടക്കാം. സോ ആദ്യം നമ്മുടെ ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയ ചോദ്യം തന്നെയാണ്. എന്തായാലും പരീക്ഷയ്ക്ക് അത്തരം ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഒന്ന് വായിച്ചു നോക്കിയാലോ? എല്ലാവരും ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കണം. ദ സെക്കൻഡറി കോയിൽ ഓഫ് ദ ട്രാൻസ്ഫോമർ ഹാസ് ഡബിൾ ടേൺസ് ദാൻ ദാറ്റ് ഓഫ് ദ പ്രൈമറി കോയിൽ. സെക്കൻഡറി കോയിലിന് പ്രൈമറി കോയിലിന്റെ ഇരട്ടി ടേണുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇഫ് ദ വോൾട്ടേജ് അപ്ലൈ ടു ദ പ്രൈമറി കോയിൽ ഈസ് 25 വോൾട്ട്. പ്രൈമറിയിലുള്ള വോൾട്ടേജ് എത്രയാണ്? 25 വോൾട്ട് ആണ്. എത്രയാണ് സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു പറയുന്ന കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ സെക്കൻഡറി കോയിലിന് പ്രൈമറി കോയിലിന്റെ ഇരട്ടി ടേൺസ് ഉണ്ട് എന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ പ്രൈമറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 25 വോൾട്ട് ആണെന്ന് പറയുന്നു. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി വോൾട്ടേജ് ആണ്. ക്ലിയർ അല്ലെ? ചോദ്യത്തിൽ പറഞ്ഞ കാര്യവും എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നില്ലടാ. ഇനി നമുക്കൊന്ന് ഗിവൺ ഡാറ്റ എടുത്ത് എഴുതിയാലോ? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഗിവൺ ഡാറ്റ ഒന്ന് എടുത്ത് എഴുതാം. വാടാ മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കണം. സോ നൽകിയിരിക്കുന്ന ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ സ്വന്തം നമ്പർ ഓഫ് ടേൺസ് ഓറിയന്റഡ് ആയ ഒരു കാര്യമാണ് അവർ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. അഥവാ സെക്കൻഡറിയിൽ NS ഈക്വൽ ടു സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്താണ്? പ്രൈമറിന്റെ ഇരട്ടിയാണ്. സോ 2 ടൈംസ് ഓഫ് NP എന്ന് പറയാലോ. NS ഈക്വൽ ടു 2 ടൈംസ് ഓഫ് NP എന്ന് പറയാലോ. ഒരു സംശയമില്ലാലോ. സെക്കൻഡറിയിൽ പ്രൈമറിയുടെ ഇരട്ടി ടേണുകൾ ഉണ്ട് എന്നതാണ് ആദ്യത്തെ പോയിന്റ്. സോ അത് നമ്മൾ കൃത്യമായി തന്നെ എടുത്ത് എഴുതി. അടുത്തത് പ്രൈമറി വോൾട്ടേജ് 25 വോൾട്ട് ആണെന്ന് പറഞ്ഞു. സോ VP ഈക്വൽ ടു എത്ര എഴുതാം? 25 വോൾട്ട്. കണ്ടുപിടിക്കേണ്ടത് VS അഥവാ സെക്കൻഡറി വോൾട്ടേജ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. ക്രിസ്റ്റൽ ക്ലിയർ ആയില്ലേ? ഒരു സംശയമില്ലാലോ. എങ്ങനെയാണ് നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുക? അതിന് നമ്മളെ സഹായിക്കുന്ന ഫോർമുല ഏതാണ് മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. NS ഡിവൈഡഡ് ബൈ NP ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ VP ആണ്. ഒരു സംശയവുമില്ലാലോ, ആർക്കും തന്നെ സംശയമില്ലാലോ. എങ്കിൽ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ VS ഈക്വൽ ടു നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? NS ഡിവൈഡഡ് ബൈ NP ഇൻറ്റു VP എന്ന് കിട്ടും. NS ഡിവൈഡഡ് ബൈ NP ഇൻറ്റു VP എന്ന് കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാലോടാ. എങ്കിൽ എന്റെ മക്കൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേടാ. NS ബൈ NP എന്താണ്? നമുക്കിവിടെ NS ഈക്വൽ ടു 2NP എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? NS ഡിവൈഡഡ് ബൈ NP ഈക്വൽ ടു എന്ത് വരും? 2 എന്നല്ലടാ വരിക. നോക്കടാ, ഈ NP താഴോട്ട് പോയാൽ NS ബൈ NP ഈക്വൽ ടു 2 എന്നല്ലേ വരിക. ഇനി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ മക്കൾ? എല്ലാവരും തയ്യാറല്ലേ? സോ VS ഈക്വൽ ടു 2 ഇൻറ്റു VP എത്രയാണ്? 25 ആണ്. സോ ആൻസർ എത്ര വരും? 50 വോൾട്ട് എന്ന് കിട്ടും. സോ സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ് മക്കളെ? 50 വോൾട്ട് ആണ്. ഈ ഒരു ചോദ്യത്തിന് 2 മാർക്കിനാണ് പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. സെറ്റ് അല്ലേ? സോ ആദ്യത്തെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയത് അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാൻ പോവുകയാണ്. എല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. സിമിലർ വേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയ തന്നെ അടുത്ത ചോദ്യത്തിലോട്ടാണ് കിടക്കുന്നത്. ശ്രദ്ധിക്കണം. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. ആദ്യം അവർ പറയുന്നത് അതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് എന്നാണ്. മലയാളത്തിലുണ്ട് കേട്ടോ ചോദ്യം, ശ്രദ്ധിക്കണം. ഓക്കെ, വർക്കിംഗ് ഓൺ 240 വോൾട്ട് AC. ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? 240 വോൾട്ട് AC ആണ്. വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, പ്രവർത്തിക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് ഇൻപുട്ട് വോൾട്ടേജ് തന്നെയാണ്, പ്രൈമറി വോൾട്ടേജ് തന്നെയാണ്. അത് ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, പ്രവർത്തിക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് പ്രൈമറി വോൾട്ടേജ് ആണ്.
ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 5 വോൾട്ട്. സോ അതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് 240 ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ആണെന്ന് പറയുന്നു. ഔട്ട്പുട്ട് പവറും നമുക്ക് നൽകിയിട്ടുണ്ട്. 10 വാട്ടാണ് ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. എത്രയാണ് ഔട്ട്പുട്ട് പവർ? 10 വാട്ടാണ് ഔട്ട്പുട്ട് പവർ എന്ന് അവർ നൽകിയിട്ടുണ്ട്. ഈസ് ടു ബി ഡിസൈൻഡ്. സോ അതാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇൻ വിച്ച് കോയിൽ ഓഫ് ദ ട്രാൻസ്ഫോമർ തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ്? അതായത് മലയാളത്തിൽ ട്രാൻസ്ഫോമറിന്റെ ഏത് കോയിലിലാണ് കട്ടിയുള്ള വയറുകൾ ഉപയോഗിക്കുന്നത്? സോ ഏത് കോയിലാണ് മക്കളെ തിക്ക് വയേഴ്സ് യൂസ് ചെയ്യുക, കട്ടിയുള്ള വയേഴ്സ് യൂസ് ചെയ്യുക? ആദ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് എന്താണ്? ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ്? ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എന്താണ് മക്കളെ? നമ്മൾ പഠിപ്പിച്ചതല്ലടാ. TS ഈസ് ഗ്രേറ്റർ ദാൻ TP അല്ലേ? TS ഈസ് ഗ്രേറ്റർ ദാൻ TP അല്ലേ? അഥവാ സെക്കൻഡറിയിലായിരിക്കും പ്രൈമറിയേക്കാളും തിക്നെസ് കൂടുതൽ. ഒരു സംശയമില്ലാലോടാ, സെക്കൻഡറിയിലായിരിക്കും പ്രൈമറിയേക്കാളും തിക്നെസ് കൂടുതൽ. സോ ഇവിടെ ഏത് കോയിലാണ് കൂടുതൽ തിക്കായ വയേഴ്സ് യൂസ് ചെയ്യുക? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, സെക്കൻഡറി കോയിലാണ്. ഏത് കോയിലാണ്? സെക്കൻഡറി കോയിലാണ് കൂടുതൽ കട്ടിയുള്ള വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടുത്ത, if the number of turns of the primary is 4800, what will be the number of turns of the secondary? വോൾട്ടേജ് നൽകിയിട്ട് നമ്പർ ഓഫ് ടേൺസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 4800 ആണ്. സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എത്രയാണ് എന്നതാണ് ചോദ്യം. കണ്ടുപിടിക്കാം മക്കളെ, വാടാ. എല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആയി തന്നെ കണ്ടുപിടിക്കാം. മലയാളത്തിലും ചോദ്യം അത് തന്നെയാണ്. സോ ഗിവൺ ഡാറ്റ നമുക്ക് എഴുതി വെക്കാം. സോ ഇൻപുട്ട് വോൾട്ടേജ് അഥവാ പ്രൈമറി വോൾട്ടേജ് ഈക്വൽ ടു 240 വോൾട്ട്. സെക്കൻഡറി വോൾട്ടേജ് അഥവാ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു 5 വോൾട്ട് ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. അടുത്ത കാര്യം ഔട്ട്പുട്ട് പവർ ആണ്. ആ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്ന ഡാറ്റയ്ക്ക് ഈ ചോദ്യത്തിൽ വലിയ പ്രസക്തി ഇല്ല. എങ്കിലും നമുക്ക് പവർ ഔട്ട്പുട്ട് എത്രയാണ്? 10 വാട്ട്. ഗിവൺ ഡാറ്റയിൽ എല്ലാം നമുക്ക് എഴുതി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. റൈറ്റ്. അടുത്ത, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? 4800. കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ്. NS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാലോ? ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. NS ഡിവൈഡഡ് ബൈ NP ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ VP ആണ്. എങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും NS ഈക്വൽ ടു VS ബൈ VP ഇൻറ്റു എന്ത് എഴുതാം? NP എന്ന് എഴുതാം. സോ VS എത്രയാണ് മക്കളെ? 5 ആണ്. സോ 5 ഡിവൈഡ് ബൈ VP എന്ന് പറഞ്ഞാൽ 240 ആണ് ഇൻറ്റു 4800. ഏതൊക്കെ ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം മക്കളെ? ശ്രദ്ധിക്കണം. 0 ക്യാൻസൽ ചെയ്തു. 24 48 2 തവണ ആ 0 മുകളിലോട്ടിട്ടു. 20 ഇൻറ്റു 5 എത്രയാണ് മക്കളെ? 100 ആണ്. സോ NS വിൽ ബി ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും മക്കളെ? 100 എന്ന് കിട്ടും. അഥവാ സെക്കൻഡറിയിൽ 100 ടേണുകളാണുള്ളത്. സെക്കൻഡറിയിൽ എത്ര ചുറ്റുകളുണ്ട്? 100 ചുറ്റുകളായിരിക്കും സെക്കൻഡറിയിൽ ഉണ്ടാവുക. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാതെ അന്തസ്സായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ക്ലിഞ്ചറായിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനും ക്രാക്ക് ചെയ്യാൻ എന്റെ മക്കൾക്ക് മനസ്സിലായില്ലടാ. എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണത്തിലെ അടുത്ത ചോദ്യമാണ്. വീണ്ടും ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയ ചോദ്യമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. കാരണം ട്രാൻസ്ഫോമറിന് വലിയ പ്രാധാന്യമുണ്ട്. ചോദ്യ പേപ്പറിൽ ഉറപ്പായും ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ എല്ലാ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിരിക്കണം. സെറ്റ്. നമുക്ക് നോക്കാം. അടുത്ത, എ ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി പവർ ലോസ് ഹാസ് 5000 ടേൺസ് ഇൻ ദ പ്രൈമറി. അപ്പൊ ആ ട്രാൻസ്ഫോമറിൽ ഒരു തരത്തിലുള്ള പവർ നഷ്ടവുമില്ല. എന്താണ് പവർ ലോസ് ഇല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് പവർ നഷ്ടമില്ല എന്ന് പറയുന്നത്. ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും തുല്യമായിരിക്കും. അതിനെയാണ് പവർ നഷ്ടമില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഇൻപുട്ട് എന്താ പറയുക? അടുത്ത കാര്യം 5000 ടേൺസ് ഇൻ ദ പ്രൈമറി. പ്രൈമറിയിൽ 5000 ടേൺസ് ഉണ്ട് എന്നതാണ് ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ദ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആർ 240 വോൾട്ട് ആൻഡ് 24 വോൾട്ട് റെസ്പെക്റ്റീവ്ലി. ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാ പറയുന്നത്. സോ ഇൻപുട്ട് വോൾട്ടേജ് ഇതിൽ 240 ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതിൽ 24 ആണ്. ഇൻപുട്ട് 240 ആണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 24 ആണ്. ഇഫ് ദ കറണ്ട് ത്രൂ ദ പ്രൈമറി ഈസ് 0.4 ആംപിയർ. കറണ്ടും നമുക്ക് നൽകിയിട്ടുണ്ട്. കറണ്ട് എത്രയാണ്? 0.4 ആംപിയർ ആണ് ആ പറയുന്ന ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത്. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം.
കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആദ്യം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ കറണ്ട് ഇൻ ദ സെക്കൻഡറിയിലുള്ള കറണ്ടും കണ്ടുപിടിക്കണം. സോ ഇവിടെ നമ്പർ ഓഫ് ടേൺസും നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്, കറണ്ടും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം. മക്കളെ നമുക്ക് നോക്കാം. ആദ്യം ഇതിന്റെ മലയാളം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ വൃത്തിയായി തന്നെ കാണാൻ സാധിക്കും, ഒരു സംശയമില്ല. ആ ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചു മലയാളം അർത്ഥം പറഞ്ഞതുപോലെ തന്നെയാണ് മലയാളത്തിൽ ചോദ്യമുള്ളത്, ഒരു സംശയവും അതിനകത്ത് വേണ്ട കേട്ടോ. ഓക്കെ, വേണ്ടവർക്ക് വായിച്ചു നോക്കാവേ. ഫൈൻ. അടുത്ത ഗിവൺ ഡാറ്റ എഴുതാം. 5000 ടേൺസ് ഇൻ ദ പ്രൈമറി ആണ്. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഈക്വൽ ടു നമുക്ക് എത്ര എഴുതാം? 5000 എന്ന് എഴുതാം. അടുത്ത കാര്യം, ദ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? 240 ആണ്. സോ പ്രൈമറി വോൾട്ടേജ് അഥവാ ഇൻപുട്ട് വോൾട്ടേജ് ഈക്വൽ ടു 240 വോൾട്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് അഥവാ സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ് മക്കളെ? 24 വോൾട്ട് ആണ്. സോ 24 വോൾട്ട് എന്ന് കിട്ടും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? നിങ്ങൾ ഇത് ഏത് ട്രാൻസ്ഫോമർ ആണെന്നൊന്ന് കമന്റ് ചെയ്യാവൂടാ. 240 വോൾട്ടിനെ 24 വോൾട്ട് ആക്കി കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ഏതാണ്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. യാതൊരുവിധ സംശയവും എന്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ട, ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു സംശയമില്ലാലോ. മുന്നോട്ട് പോവാം. ഇനി കണ്ടുപിടിക്കേണ്ട ഒരു കറണ്ട് കൂടി അവർ നൽകിയിട്ടുണ്ട് അല്ലേ? എവിടത്തെ കറണ്ടാണ് നൽകിയിരിക്കുന്നത്? പ്രൈമറി കറണ്ട് ആണ് 0.4 ആംപിയർ എന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ്. ഇക്വേഷൻ റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അഥവാ NS ഡിവൈഡഡ് ബൈ NP ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ VP ആണ്. സോ കണ്ടുപിടിക്കേണ്ടത് NS ആണ്. NS ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ VP ഇൻറ്റു എന്ത് എഴുതാം? NP എന്ന് എഴുതാം. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു സംശയമില്ല. ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VS എത്രയാണ്? VS എന്ന് പറഞ്ഞാൽ 24 ആണ്. VP എന്ന് പറഞ്ഞാൽ 240 ആണ്. NP എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5000 ആണ്. സെറ്റ്. നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കിയാലോടാ. നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. എന്താ, ഈ പൂജ്യവും പോയി, 24 പോയി. ഉത്തരം എത്രയാണ്? ഉത്തരം 500 ആണ്. സോ ഗൈസ്, NS അഥവാ സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് നമുക്ക് എത്ര കിട്ടി? 500 എന്ന് കിട്ടി. ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എത്രയാണ് മക്കളെ? 500 ആണ് സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. വളരെ 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 പ്രധാനപ്പെട്ടതാണ്. സെറ്റ്. ഓക്കെ, മുന്നോട്ട് പോട്ടെ. അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ ദ സെക്കൻഡറി ആണ്. സെക്കൻഡറിയിലുള്ള കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വോൾട്ടേജും കറണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്താലോ? വോൾട്ടേജും കറണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. VS ബൈ VP ഈക്വൽ ടു IP ഡിവൈഡഡ് ബൈ IS ആണ്. ശരിയല്ലേ ഫോർമുല? VS ബൈ VP ഈക്വൽ ടു IP ഡിവൈഡ് ബൈ IS ആണ് ഫോർമുല. എല്ലാ ഫോർമുലാസും പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറണ്ടിന്റെ ഫോർമുലയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ഈക്വൽ ടു കറണ്ട് ഇൻ ദ പ്രൈമറി ഡിവൈഡഡ് ബൈ കറണ്ട് ഇൻ ദ സെക്കൻഡറി ആണ് ഫോർമുല. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് മക്കളെ? IS ആണ്. സോ ഗൈസ്, IS ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? IP ഇൻറ്റു ഈ VS ബൈ VP അങ്ങോട്ട് പോകുമ്പോൾ റെസിപ്രോക്കൽ ആയിട്ട് പോകും. ദാറ്റ് ഈസ് VP ബൈ VS എന്നത്. സോ IS വിൽ ബി ഈക്വൽ ടു IP എത്രയാണടാ? 0.4 അല്ലേ? സോ 0.4 ഇൻറ്റു VP എത്രയാണ്? പ്രൈമറിയിൽ എത്രയാണ്? 240. 240 ഡിവൈഡഡ് ബൈ 24 എന്നത്. ശരിയല്ലേ? 240 ഡിവൈഡ് 24. ഇത് ക്യാൻസൽ ചെയ്ത് എത്ര വരും? 10 എന്ന് വരും. നോ ഡൗട്ട് 10 ഇൻറ്റു 0.4 എത്രയാടാ? 4 ആണ്. സോ സെക്കൻഡറിയിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ 4 ആംപിയർ ആയിരിക്കും. സെക്കൻഡറിയിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 4 ആംപിയർ ആണ് സെക്കൻഡറിയിലുള്ള കറണ്ട് എന്ന് പറയും. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? സിമ്പിൾ ആയ ചോദ്യമാണ്. പക്ഷേ ഈ ഫോർമുലാസ് ഒക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. NS ബൈ NP ഈക്വൽ ടു VS ബൈ VP ഈക്വൽ ടു IP ബൈ IS എന്ന് പറയുന്ന റിലേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന 3 ചോദ്യങ്ങളും നമ്മൾ ക്രാക്ക് ചെയ്തത്. സോ ഗൈസ്, വി ആർ മൂവിംഗ് ഫോർവേഡ്. അടുത്തതിലോട്ട് കിടക്കുന്നു. നെക്സ്റ്റ് വൺ. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓറിയന്റഡ് ആയിട്ട് എനർജി ഓറിയന്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് അല്ലെ? എനർജി, ഊർജ്ജം ഓറിയന്റഡ് ആയ ഒരു വീട്ടിൽ എത്രത്തോളമാണ് ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം ഊർജ്ജം ഉപയോഗിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വാട്ട് അവർ മീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുന്ന ഫോർമുല ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ പരീക്ഷകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. സോ അതുപോലെ ഒരു ചോദ്യമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കടാ മക്കളെ, ഒരു വീടുണ്ട്. ആ വീടിനകത്ത് 5 LED ബൾബുകളുണ്ട്. ഓരോന്നിനും 20 വാട്ടാണ്. 5 LED ബൾബുകളുണ്ട്. ഓരോന്നിനും 20 വാട്ടാണ്. എത്ര സമയമാണ് ഒരു ദിവസം പ്രവർത്തിക്കുക? 5 മണിക്കൂറാണ് ഒരു ദിവസം ആ LED ബൾബുകളെല്ലാം പ്രവർത്തിക്കുക. ആൻഡ് ഒരു ലാപ്ടോപ്പ് ഉണ്ട്. 50 വാട്ടാണ് ലാപ്ടോപ്പ്. 2 മണിക്കൂറാണ് ദിവസേന പ്രവർത്തിക്കുക. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഇൻ 1 മന്ത്.
ഒരു മാസം എത്രത്തോളം വൈദ്യുത ഊർജ്ജമാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 5 LED ബൾബുകൾ ഉണ്ട്. ഓരോന്നിന്റെ പവറും 20 വാട്ടാണ്. അത് പ്രവർത്തിക്കുന്നത് 5 മണിക്കൂറാണ്. ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അതിന്റെ പവർ 50 വാട്ടാണ്. അത് പ്രവർത്തിക്കുന്നത് 2 മണിക്കൂറാണ്. എങ്കിൽ ഈ എല്ലാ ഉപകരണങ്ങളും കൂടി ഒരു മാസം എത്രത്തോളം ഊർജ്ജമാണ്, എനർജിയാണ് ഉപയോഗിക്കുക എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. സെറ്റ്. നമുക്ക് നോക്കാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ആദ്യം ആ ഫോർമുല നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. എനർജിയുടെ യൂണിറ്റ് കിലോ വാട്ട് അവറിലായിരിക്കും, പവറിന്റെ യൂണിറ്റ് വാട്ടിലായിരിക്കും. സമയം ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് മണിക്കൂറിലാണ്. ഇവിടെ സമയം റെപ്രസെന്റ് ചെയ്യേണ്ടത് മണിക്കൂറിലാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫൈൻ. സോ ഓരോന്നും നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. നമുക്ക് ആദ്യം നമുക്ക് LED ബൾബുകളുടെ കേസ് എടുക്കാം. 5 LED ബൾബ് 20 വാട്ട് അല്ലടാ. സോ ടോട്ടൽ പവർ എത്രയാണ്? ടോട്ടൽ പവർ എന്ന് പറഞ്ഞു വെച്ചാൽ 5 × 20 ആണ്. അത് എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നു? അത് പ്രവർത്തിക്കുന്ന 5 മണിക്കൂറാണ്. സോ ഇൻറ്റു 5 പ്ലസ് അടുത്തത് നമ്മുടെ ലാപ്ടോപ്പ് എടുത്താൽ ഒരു ലാപ്ടോപ്പ് മാത്രമേ ഉള്ളൂ. അത് 50 വാട്ടാണ് പവർ, 2 മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? 1 × 50 × 2. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് മനസ്സിലായോടാ, അടിപൊളിയായിട്ട് മനസ്സിലായോടാ. സോ അഥവാ 5 LED ബൾബുകൾ, ഒരെണ്ണത്തിന്റെ പവർ 20 വാട്ടാണ്. അപ്പൊ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ 20 × 5 ആണ്. അത് പ്രവർത്തിക്കുന്ന സമയം കൊണ്ട് അതിനെ ഗുണിക്കണം. സോ ഇൻറ്റു എന്ത് ചെയ്തു? 5 വെച്ച് ഗുണിച്ചു. അതുപോലെ തന്നെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, അപ്പൊ 1 × 50 × അത് പ്രവർത്തിക്കുന്ന സമയം 2 മണിക്കൂറാണ്. സോ ഇൻറ്റു 2. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഡിവൈഡഡ് ബൈ 1000. അപ്പൊ എത്രയാണ് മക്കളെ എനർജി? ഇത് ഒരു ദിവസത്തെയാണ്, 1 ഡേ. അപ്പൊ ഈ ഡി എന്ന് കൊടുക്കുക. ഡി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഊർജ്ജമാണ്. ഒരു ദിവസം എത്രത്തോളം ഊർജ്ജം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡി എന്ന്, ഒരു ഡേ. ഓക്കെ. സോ എത്രയാണ്? 100, 100ഉം 500. സോ 500 പ്ലസ് 50 × 2 100 ഡിവൈഡഡ് ബൈ 1000. അപ്പൊ 600 ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. ശരിയല്ലേ? ഈക്വൽ ടു 0.6 കിലോ വാട്ട് അവർ എന്ന് വരും. സോ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഊർജം എന്ന് പറഞ്ഞാൽ 0.6 കിലോ വാട്ട് അവർ ആയിരിക്കും ഒരു ദിവസം ഉപയോഗിക്കുന്ന ഊർജം എന്ന് പറയുന്നത്. കിലോ വാട്ട് അവറിൽ തന്നെ എഴുതണം. എങ്കിൽ ഒരു മാസമാണെങ്കിലോ ഈ എം എന്ന് കൊടുക്കാം. ഒരു മാസമാണെങ്കിലോ ഒരു മാസത്തിൽ 30 ദിവസം നമുക്കൊരു ആവറേജ് എടുക്കാം. 31, 29, 28 ഉള്ള മാസങ്ങൾ ഉണ്ടാവും. എങ്കിൽ പോലും 30 ഒരു ആവറേജ് ആയിട്ട് എടുക്കുകയാണ്. സോ ഈ എം ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം? 0.6 × 30 എന്ന് പറയാം. സോ 3 6 18 അല്ലേ? സോ ആൻസർ എത്ര വരും? 18 എന്ന് വരും. ക്ലിയർ അല്ലടാ? 18 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. 18 കിലോ വാട്ട് അവർ. 30 × 6 ചെയ്താൽ നിങ്ങൾക്ക് 180 ആണ്. സോ ഒരു സ്ഥാനം തള്ളി കുത്തിട്ടാൽ 18 എന്ന് കിട്ടും കേട്ടോ. സോ 18 കിലോ വാട്ട് അവർ ആണ് ഒരു മാസം ഇവയെല്ലാം കൂടി ഉപയോഗിക്കുന്ന ഊർജ്ജം എന്ന് പറയുക. മനസ്സിലാക്കി പഠിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചെടുക്കേണ്ട ചോദ്യമാണ്. സെറ്റ്. സോ ഗൈസ് വി ആർ മൂവിംഗ് ഫോർവേഡ്. അടുത്തതിലോട്ട് കിടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഓറിയന്റഡ് ആയ ചോദ്യങ്ങളാണ് അടുത്തതായിട്ട് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആയ ചോദ്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം. സോ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം 2 ദർപ്പണങ്ങൾ ഒരു പർട്ടിക്കുലർ കോണളവിൽ വെക്കുമ്പോൾ എത്രത്തോളം പ്രതിബിംബങ്ങൾ ഉണ്ടാവും എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിനാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. നമുക്കൊന്ന് ക്രാക്ക് ചെയ്ത് നോക്കാം. 2 പ്ലെയിൻ മിറേഴ്സ് ആർ പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. അതായത് 2 സമതല ദർപ്പണങ്ങൾ 90 ഡിഗ്രി കോണളവിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ ദം? അവർക്കിടയിൽ എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാവും എന്നതാണ് ചോദ്യം. സോ n ഈക്വൽ ടു 360/θ-1 അല്ലേ ഫോർമുല. സോ n ഈക്വൽ ടു 360/90-1. ശരിയല്ലേ? ഇവിടെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി അല്ലടാ. 360/90 എത്രയാണ് മക്കളെ? വെട്ടിക്കളഞ്ഞേ. 9 അല്ല. യെസ്, 9 4 36. 9 4 36 ആണ്. ശരിയല്ലേ? 4 തവണയാണ് പോവുക. സോ 4 - 1 എത്രയാടാ? 3 ആണ്. സോ നമ്പർ ഓഫ് ഇമേജസ് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. നമ്പർ ഓഫ് ഇമേജസ് എത്ര കിട്ടും മക്കളെ? 3 എന്ന് കിട്ടും. നമ്പർ ഓഫ് ഇമേജസ് വിൽ ബി ഈക്വൽ ടു 3. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ 3 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുക. ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സോ ആംഗിളുകൾ മാത്രമേ മാറൂ. ഇവിടെ 90 ആണ്, ചിലപ്പോൾ 60 തരും, ചിലപ്പോൾ 120 തരും. സോ ആംഗിളുകൾ സപ്പോസ് നമുക്ക് മാറാം. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇമേജസ് നൽകിയിട്ട് ആംഗിൾ കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. സോ എങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ നമ്പർ ഓഫ് ഇമേജസ് 2 ആണ്, അത് ഏത് ആംഗിളിലാണ് ലഭിക്കുക എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത find the focal length of the concave mirror whose radius of curvature is 32 centimeter. ഒരു കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ 32 സെന്റിമീറ്റർ ആണ്. ഇതൊരു കോൺകേവ് ദർപ്പണമാണ്, കോൺകേവ് മിറർ അല്ലേ. കോൺകേവ് മിററിന്റെ
റേഡിയസ് ഓഫ് കർവേച്ചർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സോ -32 സെന്റിമീറ്റർ എന്ന് പറയാം. നമുക്കറിയാം ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയല്ലേ, വക്രത ആരത്തിന്റെ പകുതിയല്ലേ. സോ -32/2 ഈക്വൽ ടു -16 സെന്റിമീറ്റർ. ഉത്തരം എത്രയാണ്? -16 സെന്റിമീറ്റർ. മൈനസ് സൈൻ വരും, അത് മനസ്സിൽ ഉറപ്പിക്കുക. എപ്പോഴും ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. കാരണം കോൺകേവ് മിറർ ആണ്, അതുകൊണ്ടാണ് ഫോക്കൽ ലെങ്ത് എന്താവുന്നത്? നെഗറ്റീവ് ആവുന്നത്. റൈറ്റ്. അടുത്ത നെക്സ്റ്റ് വൺ ഇതേപോലെ മിറർ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. അതിന്റെ മലയാളവും ഇവിടെയുണ്ട്, പേടിക്കേണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. എ മിറർ ഫോംസ് ആൻ ഇമേജ് ഓഫ് എൻ ഒബ്ജക്ട് ഓഫ് ലെങ്ത് 4 സെന്റിമീറ്റർ. ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഇമേജ് ഈസ് -2. അഥവാ 4 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തുവിന്റെ പ്രതിബിംബം ഒരു ദർപ്പണം രൂപീകരിച്ചു. ആ പറയുന്ന ഇമേജിന്റെ അല്ലെങ്കിൽ ആ പറയുന്ന മിററിന്റെ ദർപ്പണത്തിന്റെ മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം എന്ന് പറഞ്ഞാൽ -2 ആണ്. ആ പ്രതിബിംബത്തിന്റെ ആവർത്തനം മിററിന്റെ അല്ല, പ്രതിബിംബത്തിന്റെ ആവർത്തനം എന്ന് പറഞ്ഞാൽ -2 ആണ്. എങ്കിൽ എവിടെയായിരിക്കും പ്രതിബിംബം രൂപപ്പെട്ടിട്ടുണ്ടാവുക? എവിടെയായിരിക്കും ഇമേജ് ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടാവുക? ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, ഞാൻ ജസ്റ്റ് സിംപ്ലി ഒന്ന് ഗിവൺ ഡാറ്റ ഒന്ന് ഇരിക്കോട്ടെ. ഗിവൺ ഡാറ്റ വളരെ ലളിതമായിട്ട് എഴുതാം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണ്. മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം എന്ന് പറഞ്ഞാൽ -2 ആണ്. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ, ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്തായിരിക്കും? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ആയിരിക്കും, യഥാർത്ഥമായിരിക്കും. യഥാർത്ഥവും അതുപോലെ തന്നെ തലകീഴായിട്ടുള്ളതുമായിരിക്കും. ശരിയല്ലേ? റിയലും അതുപോലെ തന്നെ ഇൻവേർട്ടഡുമായ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജുകളെല്ലാം, യഥാർത്ഥ പ്രതിബിംബങ്ങളെല്ലാം ആ കോൺകേവ് മിററിന്റെ എവിടെയാണ് ഫോം ചെയ്തിട്ടുണ്ടാവുക? മുന്നിലല്ലേ ഫോം ചെയ്തിട്ടുണ്ടാവുക? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആയിരിക്കില്ലേ ഫോം ചെയ്തിട്ടുണ്ടാവുക? മിററിന്റെ മുന്നിലായിരിക്കും, ദർപ്പണത്തിന്റെ മുന്നിലായിരിക്കും, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആയിരിക്കും. കാരണം ഇതൊരു റിയൽ ഇമേജ് ആണ്. സോ എവിടെയാണ് ദ ഓപ്ഷൻ? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, ദർപ്പണത്തിന് മുന്നിൽ. ക്ലിയർ അല്ലേ? അടുത്ത പ്രതിബിംബത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദി ഇമേജ്? നമ്മൾ പറഞ്ഞ കാര്യമാണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ അത് റിയലും അതുപോലെ തന്നെ ഇൻവേർട്ടഡുമാണ്, യഥാർത്ഥവും തലകീഴായിട്ടുള്ളതുമാണ്. അടുത്തൊരു കാര്യം കൂടി നമുക്ക് അറിയാൻ സാധിക്കും. മാഗ്നിഫിക്കേഷന്റെ മോഡുലസ് എടുത്തു എന്ന് വിചാരിക്കുക. സോ മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ പ്ലസ് ആയിട്ട് മാറും 2. 2 എന്ന് പറഞ്ഞാൽ 1നേക്കാളും കൂടുതലാണ്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാവുന്ന പ്രതിബിംബം എങ്ങനെയാണ്? ഒരു ലാർജ് ഇമേജ് ആയിരിക്കും. വലുപ്പം കൂടിയ ലാർജ് ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുക. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. വെരി 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 ഇമ്പോർട്ടന്റ്. റൈറ്റ്. അടുത്ത ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഇമേജ്. പ്രതിബിംബത്തിന്റെ ഉയരം കണ്ടുപിടിക്കുക. പ്രതിബിംബത്തിന്റെ ഉയരം, ലെങ്ത് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫോർമുലയാണ് m = hi/h0 എന്ന് പറയുന്നത്. അപ്പൊ hi = എന്ത് എഴുതാം? m × h0 എന്ന് എഴുതാം. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ -2 ആണെന്ന് നൽകിയിട്ടുണ്ട്. h0 ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഉത്തരം എത്ര വരും? -8 സെന്റിമീറ്റർ. അഥവാ ഈ പറയുന്ന പ്രതിബിംബത്തിന്റെ ഉയരം എത്രയാണ് മക്കളെ? -8 സെന്റിമീറ്റർ ആയിരിക്കും പ്രതിബിംബത്തിന്റെ ഉയരം. പഠിച്ചു വെക്കുക. വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഒരു വലിയൊരു ന്യൂമറിക്കൽ കൂടി നമുക്ക് ക്രാക്ക് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ചാപ്റ്ററിൽ വലിയ ന്യൂമറിക്കൽ ഒന്നുമില്ല. സോ അടുത്തൊരു പ്രധാനപ്പെട്ട ന്യൂമറിക്കൽ ഇതുപോലുള്ള ചിത്രങ്ങൾ നൽകിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കോൺകേവ് മിറർ ആണ്. എന്താണ്? ഒരു കോൺകേവ് ദർപ്പണമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റും ഇമേജും കൃത്യമായി തന്നെ അവർ നൽകിയിട്ടുണ്ട്. ആ ഡിസ്റ്റൻസുകളും അവർ നൽകിയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തെഴുതിയാലോടാ. യെസ്, നമുക്ക് ഓരോന്നായിട്ട് എടുത്തെഴുതാം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാണ് മക്കളെ ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത്? അത് 6 സെന്റിമീറ്റർ ആണ്. ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? അത് -30 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എത്രയാണ് മക്കളെ നൽകിയിരിക്കുന്നത്? അത് 4 സെന്റിമീറ്റർ ആണ്. ഫോക്കൽ ലെങ്ത് എത്രയാണ് മക്കളെ? -12 സെന്റിമീറ്റർ ആണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഒരു സംശയമില്ലാതെ. എല്ലാം നെഗറ്റീവ് ആയിരിക്കും. കാരണം അക്കോർഡിംഗ് ടു ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ മിററിന്റെ ഇടത്തോട്ടുള്ള മെഷർമെന്റുകൾ എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി പ്രകാരം ലെഫ്റ്റ് സൈഡിലോട്ടുള്ളതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. സെറ്റ്. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഇമേജ് ഡിസ്റ്റൻസ് അഥവാ പ്രതിബിംബത്തിലോട്ടുള്ള ദൂരമാണ് കണ്ടുപിടിക്കുക. പ്രതിബിംബത്തിലോട്ടുള്ള ദൂരം കണ്ടുപിടിക്കുക. ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇമേജ് ഡിസ്റ്റൻസിന്റെ v = uf / u - f. ശരിയല്ലേ? uf / u - f ആണ് നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ v = u എത്രയാണ് മക്കളെ? u എന്ന് പറഞ്ഞു വെച്ചാൽ
നമുക്കിവിടെ യു നൽകിയിട്ട് ഞാൻ യു എടുത്ത് എഴുതിയില്ല അല്ലേ? ഇവിടെ ഞാൻ വി എന്ന് പറഞ്ഞിട്ട് എഴുതി. തെറ്റാണ് മക്കളെ, വി അല്ലടാ യു ആണ് കേട്ടോ. പലർക്കും ഇപ്പൊ തോന്നിയിട്ടുണ്ടാവും, അയ്യോ അത് യു അല്ലാലോ അണ്ണാ, അത് വി ആണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. സോറി, വി അല്ലാലോ യു ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. റൈറ്റ്, യു തന്നെയാണ്. കാരണം ഇമേജ് ഡിസ്റ്റൻസ് അല്ല, അത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇത് ഒബ്ജക്റ്റ് ആണല്ലോടാ മുകളിൽ ഉണ്ടാവുക. എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിലുള്ളത് നമ്മുടെ എന്താണ്? ഒബ്ജക്റ്റ് ആയിരിക്കും. സോ ഇത് നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. സോ ഒബ്ജക്റ്റിലോട്ടുള്ള ദൂരം എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. സോ യു എത്രയാണ്? യു എന്ന് പറഞ്ഞാൽ 30 ആയിരിക്കും. ദാറ്റ് ഈസ് -30 സെന്റിമീറ്റർ. സോ -30 ഇൻറ്റു അടുത്ത എന്താണ് മക്കളെ? എഫ് എത്രയാണ്? ഫോക്കൽ ലെങ്ത് എത്രയാണ്? -12 ആണ്. സോ -12 ഡിവൈഡഡ് ബൈ -30 -12 എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു സംശയം ഇല്ലല്ലോ. സോ വി ഈക്വൽ ടു -30 ഇൻറ്റു 12 എത്രയാണ്? 360 എന്ന് വരും. ശരിയല്ലേ? 360 പ്ലസ് ആയിരിക്കുമേ, ഡിവൈഡഡ് ബൈ -30 + 12 എന്ന് വരും. ക്ലിയർ അല്ല? കാര്യം മനസ്സിലായോടാ? സോ 360 ഡിവൈഡഡ് ബൈ -18 എന്ന് വരും. ഈ പറയുന്ന 18ഉം 36ഉം തമ്മിൽ ക്യാൻസൽ ചെയ്തു. 2 തവണയാണ് മൈനസ് മുകളിലോട്ട് പോയാൽ -20 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ എത്രയാണ് മക്കളെ വി അഥവാ ഇമേജ് ഡിസ്റ്റൻസ്? -20 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുക. പ്രതിബിംബത്തിലോട്ടുള്ള ദൂരം എത്രയാണ്? -20 സെന്റിമീറ്റർ ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? ആവർത്തനം കണ്ടുപിടിക്കുക, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക. എത്രയാണ് ഇതിന്റെ ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, വലിയ സ്ഥലമൊന്നും വേണ്ട. സോ ഞാൻ ഇവിടെ തന്നെ എഴുതുവാണ്. ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫോർമുല അറിയാം. m ഈക്വൽ ടു -v/u ആണ്. അപ്പോൾ m ഈക്വൽ ടു v എത്രയാണ് മക്കളെ? v എന്ന് പറഞ്ഞാൽ -20 ആണ്. സോ -20. u എത്രയാണ് മക്കളെ? u എന്ന് പറഞ്ഞു വെച്ചാൽ -30 ആണ്. സോ -30 ഈക്വൽ ടു എന്ത് വരും? 20/-30 എന്ന് വരും. 0ഉം 0ഉം വെട്ടിക്കളഞ്ഞാൽ നമുക്ക് കിട്ടും മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു -2/3. സോ മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം എത്രയാണ് മക്കളെ? -2/3 ആയിരിക്കും നമ്മുടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുക. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അന്തസ്സായിട്ട് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി പഠിക്കുക. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നിഫിക്കേഷൻ 2 ഫോർമുലയുണ്ട്. HI/H0 ഉണ്ട്, -v/u ഉണ്ട്. ഇവിടെ നമുക്ക് എന്താണോ നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഫോർമുലാസ് മാറ്റി മാറ്റി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെറ്റ്, മുന്നോട്ട് പോവാം. അടുത്തതിലോട്ട് കടക്കുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അധികം ഫോർമുലാസ് ഒന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന ഒന്നാമത്തെ ഫോർമുല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാം. സിമ്പിൾ ആണ്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം, ഒരു മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗത 2 × 10⁸ ആണ്. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം? ആ മാധ്യമത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം n ഈക്വൽ ടു എന്താണ്? c/v ആണ്. c എത്രയാണെന്ന്? 3 × 10⁸ ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്വം. അടുത്ത് വെലോസിറ്റി അറ്റ് ദ മീഡിയം എത്രയാണ്? സ്പീഡ് അറ്റ് ദ മീഡിയം എത്രയാണ്? 2 × 10⁸ അല്ലേ? സോ 2 × 10⁸. നമുക്ക് ഏതൊക്കെ വെട്ടിക്കളയാം? 10⁸ 10⁸ വെട്ടിക്കളയാം. അപ്പൊ 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ കിട്ടുക? 1.5 ആണ്. സോ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ അപവർത്തനാങ്കം എത്രയാണ്? 1.5 ആയിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു ചോദ്യം കൂടി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഒരു ചോദ്യം കൂടി കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോടാ, ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാ വരുന്നത്? എയറിൽ നിന്ന് ഗ്ലാസിലോട്ടാണ് ലൈറ്റ് സഞ്ചരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? ഇല്ല. ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും മക്കളെ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. ശരിയല്ലേ? ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സോ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ ടോട്ടൽ 90 അല്ലേ? അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഒരു സംശയം വേണ്ട. സോ ഹിയർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ്? 60 ഡിഗ്രി ആയിരിക്കും. വൈ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? എന്തുകൊണ്ടാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കുറവായിരിക്കുക? എന്തുകൊണ്ടാണ് അപവർത്തന കോൺ പതന കോണിനേക്കാളും കുറവായിരിക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കടാ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 33 ഡിഗ്രിയാണ്. പക്ഷെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? 60 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കുറവായിരിക്കുന്നത്? കാരണം ഇവിടെ ലൈറ്റ് വരുന്നത് ഒരു റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ടാണ്. പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിലോട്ടാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രകാശരശ്മി
ലംബത്തിനടുത്തോട്ട് ചരിഞ്ഞു പോകുന്നത്. നോർമലിന് അടുപ്പിച്ച് ബെൻഡ് ചെയ്യാൻ കാരണം ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് എ നോർമൽ. ശരിയല്ലേ? നോർമലിന് അടുപ്പിച്ച് ബെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? ലൈറ്റ് റേ ഈസ് പാസിംഗ് ഫ്രം എ റയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം. പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലോട്ടാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് നോർമലിന് അടുപ്പിച്ച് അത് ബെൻഡ് ചെയ്യുന്നത്. അതിനാലാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കുറവായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപവർത്തന കോൺ പതന കോണിനേക്കാളും കുറവായിരിക്കുന്നത്. സെറ്റ്. മലയാളവും ഇംഗ്ലീഷും ഈക്വലി ബാലൻസ്ഡ് അല്ലേ? ഫൈൻ. സോ ഗൈസ്, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് ലാബ്? ഗ്ലാസ് ലാബിന്റെ അപവർത്തനാങ്കം എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ പ്രകാരം സ്നെൽസ് ലോയിൽ നമ്മൾ പഠിച്ചു sin I by sin r ഈക്വൽ ടു n2 by n1 ഈക്വൽ ടു n21 എന്ന് പറയുന്ന ഫോർമുല പഠിച്ചു. ഞാനത് ഓൾറെഡി അതിലൊരു മോഡിഫിക്കേഷൻ ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലെ നമ്മുടെ വേറൊരു വീഡിയോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്തത്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 10 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഞാൻ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അഥവാ എയറിൽ നിന്നാണ് വരുന്നതെങ്കിൽ, വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എയർ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. sin I by sin r ഈക്വൽ ടു എയർ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്കതിനെ n എന്ന് പറഞ്ഞു എഴുതാം. n2 by n1 വേണ്ട. അത് നമ്മൾ രണ്ട് വ്യത്യസ്ത മാധ്യമങ്ങളാണെങ്കിൽ മാത്രമേ n2 by n1 കൊടുക്കേണ്ടതുള്ളൂ. എയർ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ, വായുവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേടാ, ഇവിടെ ലൈറ്റ് വരുന്നത് എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടല്ലേ, വായുവിൽ നിന്നല്ലേ ഗ്ലാസ്സിലോട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ സിംപ്ലി എന്ത് കൊടുത്താൽ മതി? n കൊടുത്താൽ മതി. കാരണം ഇവിടെ എയർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിച്ചേടാ. I എത്രയാണ്? I എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. സോ സൈൻ 60 ഡിവൈഡഡ് ബൈ സൈൻ r എത്രയാണ്? r എന്ന് പറഞ്ഞാൽ 33ആണ്. അപ്പൊ സൈൻ 33. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് ചെയ്തോ, ചെയ്യൊന്നും വേണ്ട, നമുക്ക് അറിയില്ല, സയന്റിഫിക് കാൽക്കുലേറ്റർ ഒന്നുമില്ല. 60 ചിലപ്പോൾ അറിയാം, പക്ഷെ 33 അറിയില്ലല്ലോ. ഓക്കെ, ദാറ്റ്സ്. സോ ഇതാണ് ചോദ്യങ്ങൾ. ഇത്രയും ചോദ്യങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുക മക്കളെ, കഴിഞ്ഞിരിക്കുന്നു. സോ നമ്മുടെ ലൈവ് മറക്കരുത്, 7 മണിക്കാണ്. സോ അതുപോലെ തന്നെ ഈ പറയുന്ന വീഡിയോനെ പറ്റിയുള്ള വിലയേറിയ ഫീഡ്ബാക്കുകൾ ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരുന്നു എന്ന കാര്യം എല്ലാവരും കമന്റ് ചെയ്യുക. പിന്നെ നാളെ രാവിലെ 6 മണിക്ക്, കൃത്യം 6 മണിക്ക് നമുക്ക് എന്തുണ്ടായിരിക്കും? നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യ പേപ്പറിൽ കാണാൻ പോകുന്ന ചോദ്യങ്ങളും നാളത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആരും ഇതൊന്നും മറന്നു പോരുത്, ഗംഭീരമായിട്ട് പഠിക്കാം. കൂടെ ഉണ്ടാവും, നിങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കണം. മികച്ച മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ നേടിത്തരും മക്കളെ. സോ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ. ടാറ്റാ.